പൾസർ സുനിയെ തെളിവെടുപ്പിനായി ചേർത്തലയിൽ എത്തിച്ചു. താൻ പറയുന്നത് സത്യമാണെന്നും കൂടുതൽ പേർ ഇനിയും കുടുങ്ങാനുണ്ടെന്നും സുനി പറഞ്ഞു. ആവശ്യപ്പെടില്ല. സുനി പറയുന്നതെല്ലാം കള്ളമാണല്ലോ. സുനി ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്. ഞാൻ മാറ്റി പറയണമെന്നില്ല. സുനി ഇനി സ്രാവുകളല്ലോ ഉണ്ടോ? സുനി ഇനി സ്രാവ് വഴി വരും. സുനി പറയുന്നതെല്ലാം കള്ളമാണല്ലോ. സുനി ഇന്ന് പറയുന്നതല്ല. ഷാജഹാൻ കൂടി ചേരുകയാണ് വിവരങ്ങളുമായി. ഷാജി, ഇനിയും സ്രാവുകൾ കുടുങ്ങാനുണ്ട് എന്ന തരത്തിൽ പൾസർ സുനി നേരത്തെയും പ്രതികരിച്ചു. ഇന്ന് എന്തൊക്കെയാണ് പറഞ്ഞത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സ്വാമി, കൃത്യമായിട്ടും ഈ കേസിൽ ഇനിയും പ്രതികൾ കുടുങ്ങാനുണ്ട് എന്നുള്ള സൂചനയാണ് അദ്ദേഹം നൽകിയത്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ട് വലിയ ഇനിയും പലരും ഈ കേസിൽ കുടുങ്ങാനുണ്ടെന്നുള്ള കൃത്യമായിട്ടുള്ള സൂചനയാണ് പൾസർ സുനി അല്പം മുമ്പ് ചേർത്തലയിൽ വെച്ച് നൽകിയത്. മാത്രവുമല്ല, ഈ കേസുമായി ബന്ധപ്പെട്ട് താൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം സത്യമാണ് എന്നാണ് പൾസർ സുനി പറഞ്ഞത്. നേരത്തെ അരൂരിലെ ഒരു ബൈക്ക് മോഷണ കേസുമായി ബന്ധപ്പെട്ട് ചേർത്തല കോടതിയിൽ നിന്ന് ഹാജരാക്കിയപ്പോഴാണ് പൾസർ സുനി മറ്റൊരു കാര്യം പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ഇവിടെ പൾസർ സുനിയെ കേസുമായി ബന്ധപ്പെട്ട് ഹാജരാക്കാനായിട്ട് ഇരുന്നെങ്കിലും അത് മാറ്റിവെക്കുകയായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് ഇപ്പോൾ പൾസർ സുനിയെ ഹാജരാക്കിയിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ മുതൽ തന്നെ പൾസർ സുനി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇതുതന്നെയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനിയും പലരും അറസ്റ്റിലാകാനുണ്ട് എന്നുള്ള സൂചന നേരത്തെ മുതൽ തന്നെ പൾസർ സുനി നൽകുന്നുണ്ട്. അതിനും ഇപ്പോഴും ഏറ്റവും ഒടുവിലും അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് പൾസർ സുനി നമ്മൾ പങ്കുവച്ചത്. അദ്ദേഹം പറഞ്ഞത് ഇനിയും ഈ കേസുമായി ബന്ധപ്പെട്ട് പലരും അറസ്റ്റിലാകാനുണ്ട്, അവർ വഴിയെ വരും എന്നുള്ളൊരു സൂചനയാണ് പൾസർ സുനിയിൽ നിന്ന് ലഭിച്ചത്. വ്യക്തമാണ്. ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്.